ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ചൂസ് വേൾഡ്. അപ്പോൾ ഇന്നൊരു ട്രിപ്പ് മൂഡാണ് കേട്ടോ. അതെ, നമ്മൾ 2 മണിക്കോ 1:30-2 മണിക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പം തന്നെ ഒരു പണി കിട്ടിയിട്ടാണ് നിൽക്കുന്നത്. റോഡിൽ പകുതി എത്തുമ്പോഴേക്കും വണ്ടിക്കൊരു പ്രശ്നം. ഏജൻസിയിലാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അതുകൊണ്ട് ഏറ്റവും വലിയൊരു ആശ്വാസം. പിന്നെ ആ 2 മണിക്കൊക്കെ തന്നെ വർക്ക്ഷോപ്പിൽ നിന്ന് ആൾ വന്ന് അവരുടെ ഏജൻസിയുടെ അവരുടെ തന്നെ വർക്ക്ഷോപ്പിൽ ആളുണ്ടാവുമല്ലോ, അവർ വന്ന് വണ്ടി എന്താ കംപ്ലൈൻറ്റ് നോക്കി പിന്നെ ഈ വണ്ടി പോയില്ല പറഞ്ഞ് പിന്നെ വേറൊരു വണ്ടി കൊണ്ടുവന്നിട്ടാണ് നമ്മൾ പോയത്. സാധാരണ ഏട്ടൻ സ്വാഗതിയിൽ നിന്ന് വണ്ടി കൊണ്ടുവരാറാണല്ലോ പതിവ്. ഇല്ലെങ്കിൽ നമ്മൾ നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ട്രാവലർ ഓടിക്കുന്ന അങ്ങനെയാണ് എടുക്കുക. പക്ഷേ ഇപ്രാവശ്യം പൂജ സമയമായതുകൊണ്ട് വണ്ടികളെല്ലാം ട്രിപ്പും ബുക്കിംഗ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് വണ്ടിയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ എങ്ങനെയോ ഒരു ഏജൻസിയിൽ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞ ഉടനെ പിന്നെ ഓണറൊക്കെ വന്ന് സംസാരിച്ചിട്ട് പിന്നെ നമുക്ക് വേറൊരു വണ്ടി എടുത്ത് അവരുടെ തന്നെ വേറൊരു വണ്ടി എടുത്ത് തരുമായിരുന്നു. എന്നിട്ടാണ് പിന്നെ നമ്മൾ യാത്ര തുടങ്ങിയത്. നല്ലൊരു പണി തന്നെയായിരുന്നു. നടു റോട്ടിൽ എല്ലാവരും പോസ്റ്റായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇതേ വന്ന് പിന്നെ ഒന്ന് ചായ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ച് ചായ കുടിക്കാൻ നിർത്തി. എല്ലാവരും ചായ കുടി കഴിഞ്ഞ് കയറിയിട്ടുണ്ട്. നല്ലൊരു യാത്രയായിരുന്നു. എവിടെ പോകണമെന്ന് പറഞ്ഞില്ല അല്ലേ, ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ. ഞങ്ങൾ പൂജയായിട്ട് മൈസൂർ ട്രിപ്പ് പോവുകയാണ്. ഓണത്തിന് പോകണമെന്ന് പ്ലാൻ ചെയ്ത് വെച്ച ട്രിപ്പാണ്. ഫുൾ ഫാമിലി മാത്രം, വേറെ ആരുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാവരും തന്നെ ഉണ്ടല്ലോ. പിന്നെ എൻ്റെ അച്ഛനമ്മയും മഞ്ജുവിൻ്റെ അച്ഛനമ്മയും ഏട്ടൻ്റെ മാമനമ്മയും, വേറെ ആരുമില്ല. അങ്ങനെ ഞങ്ങളിത് ചെറുത് പിന്നെ പാട്ടൊക്കെ വയ്ക്കുമ്പോൾ ഡാൻസൊക്കെ കളിക്കാനുള്ളൊരു അങ്ങനെയുള്ള ആളൊക്കെ ആയി. 1.5 വയസ്സായല്ലോ ആശാൻ, ഹാപ്പി ആയിട്ട്. അപ്പോൾ നമ്മൾ ഫോറസ്റ്റ് എത്തിയിട്ടുണ്ട്. അവിടുത്തെ ചെക്കിങ് കഴിഞ്ഞു. നല്ല ഒരു ലോങ് യാത്രയാണ്. വണ്ടിയിൽ തന്നെ കുറേ സമയം ഇരിക്കാനുണ്ടല്ലോ. മൈസൂരാണ്. പിന്നെ ഈ ഫോറസ്റ്റ് വഴി പോകുമ്പോൾ അറിയാമല്ലോ, മിക്കവാറും മാനുകൾ തന്നെയാണ് കാണാനുള്ളൂ. അപ്പോൾ നിറച്ചും മാനിൻ്റെ കുഞ്ഞുങ്ങളിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങനെ കയറിപ്പോവുകയാണ്. നല്ല കോടയും എന്താ പറയുക, നല്ല തണുപ്പൊക്കെ വരാൻ തുടങ്ങി. ഈ ട്രിപ്പ് പോയി വന്ന ഉടനെ എല്ലാവരും അമ്മമക്കളെല്ലാവരും ഒന്ന് പനി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയതാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ നമ്മളിത് യാത്ര തുടങ്ങി. പിന്നെ നമ്മുടെ ഈ സ്കൈ ഡൈവ് ഇല്ലേ, വെള്ളത്തിൽ ഇങ്ങനെ നിന്ന് പൊങ്ങി പോണ ആ ഒരു സംഭവം. അപ്പോൾ അതേട്ടൻ അവൻ എനിക്ക് കാണിച്ചു തന്നാണ്. അപ്പോൾ ഞാനത് വേഗം വീഡിയോ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ ഒരാളെ നിർത്തിയിട്ട് ഒരാളെ ഇങ്ങനെ അതിലിങ്ങനെ കയറി നിൽക്കാമല്ലോ. ഒറ്റയ്ക്കും നമുക്ക് നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ അല്ലാണ്ടും പറ്റും. ദേ കണ്ടോ. അപ്പോൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഇതിൽ ഇങ്ങനെ എടുത്തതാണ്. പിന്നെ നമ്മുടെ മൈസൂർ എത്തിയിട്ടുണ്ടായിരുന്നു. മൈസൂരെത്തി ഫസ്റ്റ് തന്നെ നമ്മൾ പോയത് ടിപ്പു സുൽത്താൻ്റെ കോട്ടയിലേക്കാണ്. അപ്പോൾ കോട്ടയുടെ ഉള്ളിൽ കയറാൻ നമ്മൾ ഓൺലൈൻ ടിക്കറ്റാണ് എടുക്കേണ്ടത്. ഇവിടെ വന്നിട്ട് GPay ചെയ്തിട്ട് അങ്ങനെ ഓൺലൈൻ ടിക്കറ്റാണ് എടുക്കേണ്ടത്. അങ്ങനെ എടുത്തു കഴിഞ്ഞ് നമ്മളിതേ അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല മനോഹരമായൊരു സ്ഥലം തന്നെയാണ്. നല്ല പൂക്കളും. ഇവിടുന്ന് കുറച്ച് ഇതാണ്ട് ഇങ്ങനെ നേരെ പോയിട്ട് ഉള്ളിൽ പോയിട്ടാണ് കോട്ടയുള്ളത്, ടിപ്പു സുൽത്താൻ്റെ കോട്ടയുള്ളത്. ഉള്ളിലേക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പുറത്തുള്ള വ്യൂസ് എല്ലാം കാണിച്ചു തരാം. നല്ല പൂക്കളാണ് ഓരോ ഭാഗത്തും. നമ്മൾ നടന്നു പോണ വഴീൻ്റെ 2 സൈഡ് പൂക്കളും പുല്ലും ഒക്കെ ആയിട്ട് നല്ല മനോഹരമാക്കിയിട്ട് തന്നെയാണ് അവരത് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അതെ, നമ്മുടെ എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മൾ വന്ന എല്ലാവരും കൂടെ ഒന്നിച്ചാണ്, എല്ലാവരുടെയും ഒന്നിച്ച് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ വെറുതെ പേരെടുത്ത് പറയണില്ല, നിങ്ങൾക്ക് തന്നെ ബോറടിക്കാൻ തുടങ്ങും. അപ്പോൾ അതെ, പിന്നെ മെയിനായിട്ട് നമ്മുടെ ഉദ്ദേശം ഫോട്ടോസ്, വീഡിയോസ്, അങ്ങനെ നല്ല മനോഹരമായ പൂക്കളൊക്കെ കണ്ടുകൊണ്ട് ടിപ്പു സുൽത്താൻ്റെ കോട്ടയിലാണ്. നല്ല നല്ല പൂക്കൾ, ഇത് ചെണ്ടുമല്ലിയും അങ്ങനെ പൂക്കൾ തന്നെയുള്ളൂ. എല്ലാവിടെയും കണ്ടോ ചെണ്ടുമല്ലി. ഇത് കുഞ്ഞു ചെണ്ടുമല്ലി ചെടികളാണ്. അങ്ങനെ ഞങ്ങളിതാ നടന്ന് പോകുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വൃന്ദാവൻ ഗാർഡനിലേക്ക് പോവാണ്. കൂടുതൽ സമയമൊന്നും നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനില്ല. ആകെ 2 ദിവസത്തെ ട്രിപ്പാണ്.
അതും കൂടെ പറയാമല്ലോ എൻ്റെ ഫ്രണ്ട്സിനോട്. ഇത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ പോയൊരു വീഡിയോ ആണ് കേട്ടോ. എഡിറ്റ് ചെയ്യാനുള്ള സമയം കൊണ്ടും മടിയെന്നും പറയാമെന്നറിയില്ല, അതുകൊണ്ട് കുറച്ച് ഇങ്ങനെ വൈകിപ്പോയതാണ്. പൂജാ സമയത്ത് പോയതാണ് ഈ ട്രിപ്പിന്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ യൂട്യൂബിന് വേണ്ടി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ പോണ ട്രിപ്പ് ജസ്റ്റ് ഒന്ന് വീഡിയോ ആക്കും, അത്രയേ ഉള്ളൂ. നമ്മൾ വർഷത്തിൽ ഇങ്ങനെ ഓരോ ട്രിപ്പോ അല്ലെങ്കിൽ ഓരോ അമ്പലം വിസിറ്റിങ്ങോ എല്ലാം ചെയ്യാറുണ്ട്. അമ്മ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അമ്മയുടെ ഈ 4 മക്കളും അത് സാധിച്ചു കൊടുക്കാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റാണ് നമ്മളിങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. അതുവരെ ഇങ്ങനെ വേണോ വേണ്ടയോ എന്നുള്ള ഒരു ഇതിൽ നിന്നാണ്. അങ്ങനെ അവസാനം മൈസൂർ തന്നെ പോകാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് പോയത്. പോയിട്ട് വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, അതിന് ശേഷമുള്ള കല്യാണ വീഡിയോ അതെല്ലാം പെട്ടെന്നായപ്പോൾ അതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റി. ഇത് നിറച്ചും വീഡിയോസ് ഉണ്ട്, അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള കുറച്ച് സമയം കൊണ്ടാണ്. അപ്പോൾ ഈ ടിപ്പു സുൽത്താൻ്റെ കോട്ട കണ്ടു കഴിഞ്ഞ ഉടനെ ഞാൻ നിർത്തുകയാണ്. ഇനി അടുത്ത വീഡിയോ ഞാൻ അടുത്തൊരു ഫ്രീ ആകുന്ന സമയത്ത് അടുത്തൊരു ഭാഗം ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മൾ വൃന്ദാവൻ ഗാർഡൻ പോയതും അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്. അതല്ലാതെ മൈസൂർ പാലസ് പോയതും നമ്മൾ താമസിച്ചതും ഇന്ന് രാത്രി തങ്ങിയതും അങ്ങനെ കുറച്ച് പിന്നെ നമ്മൾ മൈസൂർ തന്നെ സൂവിൽ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നാളെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ അപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ തിരിച്ചു പോവുകയാണ് ഇവിടുന്ന്. അപ്പോൾ അവിടെയും പോകുമ്പോൾ ഉള്ള അതേപോലെ തന്നെ പൂക്കളുടെ ഇത് അവിടുത്തെ കവാടം, നമ്മൾ ഉള്ളിലേക്ക് കയറാനുള്ളൊരു കവാടമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഇതാണ്